ഹലോ കുട്ടീസ്, നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ? അപ്പം ആവശ്യത്തിന് പാസ്ത വേവിക്കണം. ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ച് വേവിക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സവാളയാണ്. അത് നമുക്കൊരു പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് ബട്ടർ ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പം ചെറുതായിട്ട് വഴണ്ടാൽ മതി. അതൊന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ച സവാള ഇടണം. സവാള ഒന്ന് ചെറുതായിട്ട് വഴറ്റണം, നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, അതിൻ്റെ പച്ചമണം മാറുന്നതിന് ശേഷം ക്രഷ്ഡ് ചില്ലി ഇടുന്നുണ്ട്. കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടൊന്ന് അതിൻ്റെയും പച്ചമണം മാറണം. പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് ഫ്രഷ് ക്രീമാണ്. മൈദയും പാലും യൂസ് ചെയ്യാം. ആവശ്യത്തിന് ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് അത് വീഴാൻ ഭയങ്കര പാട് അങ്ങനെ വീണത്. പിന്നെ ആ ഫ്രഷ് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ പാസ്തയിലും ആകുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ 2 ചീസ് വെക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നത് വരെ ഇങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേശുവിന് ഇന്ന് ഇത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.